അപ്പോൾ ഗമാലിയലിൻ്റെ അടുക്ക പോയി വിദ്യാഭ്യാസം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഓക്സ്ഫോർഡിൽ പോകുന്ന പോലെയാണ്. അത്രമാത്രം വിദ്യാസമ്പന്നനാണ്, ഫരിസേയനാണ്, നിയമത്തിന് മുമ്പിൽ അവനെ തന്നെ വിലയിരുത്തുന്നത് കുറ്റമില്ലെന്ന് പറയുന്നവനാണ്. അവനാണ് മാനസാന്തരം ലഭിച്ചപ്പോൾ, യഥാർത്ഥമായ സത്യത്തിലേക്ക് വന്നപ്പം, യഥാർത്ഥമായ യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വന്നപ്പോൾ അവൻ എഴുതിയതാണ് റോമ 10:1-4 വരെ. ഒന്ന് വായിച്ചു കേൾക്കാം. സഹോദരരെ, എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ഇസ്രയേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നാണ്. വരട്ടെ നിൽക്കട്ടെ. എന്താ അവൻ പ്രാർത്ഥിച്ചേ? ഇസ്രായേൽ എന്ന് പറഞ്ഞ അവൻ്റെ ജനമാണ്. എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവരുടെ നടുവേദന മാറണമെന്നോ, അവരുടെ ക്യാൻസർ പോകണമെന്നോ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണമെന്നോ ഒന്നുമല്ല, അവർ രക്ഷിക്കപ്പെടണമെന്ന്. ഇസ്രായേൽ ജനം മോശയുടെ എല്ലാ പ്രമാണങ്ങളും മുറുകെ പിടിക്കുന്നവൻ, നിയമത്താലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നവർ, നിയമത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവർ, എല്ലാ വിധത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നതാ, അവർ രക്ഷിക്കപ്പെടണം. അപ്പോൾ ഫരിസേയന്മാർ, മോശയുടെ കൽപ്പനകളൊക്കെ പാലിക്കുന്നവർ, നിയമത്തിൽ ആശ്രയിക്കുന്നവർക്ക് രക്ഷയില്ല എന്നുള്ളതല്ലേ പറയുന്നത്. അതുതന്നെയല്ലേ അപ്പസ്തോലന്മാർ 13:39 ഞാൻ കോട്ട് ചെയ്തത്. മോശയുടെ നിയമം വഴി രക്ഷ പ്രാപിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദൈവം നേരിട്ട് ഇറങ്ങി വന്നെന്ന് പറഞ്ഞത്. നിയമം നമ്മളെ രക്ഷിക്കത്തില്ല, നിയമം നമുക്ക് തെറ്റെന്നതാണ് ശരി എന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. രക്ഷ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതാണ് ഈ ധ്യാനം മുഴുവനും ടെലിവിഷനിലൂടെ കൂടിയ മനസ്സിലാകാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പറയണം. ഒരു എപ്പിസോഡ് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ എപ്പിസോഡ് ഉടനെ ഇവിടെ ചോദിച്ച് മേടിച്ചോണം. കാരണം അല്ലെങ്കിൽ ഇടയ്ക്ക് വിട്ടുപോകും. ഇതൊരു 50 എപ്പിസോഡുണ്ട്. ഒരു 50 എണ്ണം അടുപ്പിച്ച് കണ്ടാലേ ഇത് മുഴുവൻ മനസ്സിലാകത്തുള്ളൂ. എന്താണ് രക്ഷ? ഇന്ന് മനുഷ്യർക്ക് രക്ഷ എന്താണെന്ന് അറിയത്തില്ല. രക്ഷയെക്കുറിച്ച് തെറ്റായ ബോധ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുക. നമ്മൾ രക്ഷപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിശ്വസിച്ച ഒരു ജനമാണ് ഈ പൗലോസ്, നേരത്തെ സാവൂളായിരുന്നവൻ, നിക്കദേമൂസ്. ഇതൊക്കെ രക്ഷപ്പെട്ടവരാണെന്ന് അവർ വിചാരിച്ചത്. കാരണം യഹൂദ ജനമാണ്, മോശയുടെ പ്രമാണങ്ങളൊക്കെ പാലിക്കുന്നവനാണ്, എല്ലാ ആചാരങ്ങളും ഉണ്ട്, എല്ലാ അനുഷ്ഠാനവും ഉണ്ട്, എല്ലാ പാരമ്പര്യവും ഉണ്ട്. എന്നാൽ ഒരു മനുഷ്യനായ പൗലോസ് രക്ഷപ്പെട്ടപ്പോൾ അവൻ്റെ ആത്മീയ കണ്ണുകൾ തുറന്ന് അവൻ പ്രകാശത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ ആൾക്കാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. വേറെ ആർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ നാട്ടിലുള്ളവരും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അവർ രക്ഷിക്കപ്പെടണമേ എന്ന്. ഒന്നര വായിച്ചേ. സഹോദരരെ, എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ഇസ്രയേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. ഇനിയും കാരണം പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാ പൗലോസ് പറയും, അവർക്ക് ദൈവത്തിന് വേണ്ടി ഒരു തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുക. കാരണം ഞാനും ആ കൂട്ടത്തിലായിരുന്നു, ഞാനും അവരുടെ കൂട്ടത്തിലായിരുന്നു. ഞങ്ങൾക്ക് യഹൂദന്മാർക്ക് ദൈവത്തിന് വേണ്ടി ഭയങ്കര തീക്ഷ്ണതയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. തീക്ഷ്ണതയുണ്ട്. ഹല്ലേലൂയ. ഓക്കെ. ആ തീക്ഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ. ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. തീക്ഷ്ണതയുണ്ട്, പക്ഷേ ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആ തീക്ഷ്ണത ഓക്കെ. ബാക്കി എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരായതുകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. ദൈവനീതിക്ക് കീഴ്വഴങ്ങുന്നില്ല. കണ്ടോ, ഇതാണ് വലിയ വലിയ ഭക്തിയുള്ളവർക്കുള്ള പ്രശ്നങ്ങൾ. അവർ സെൽഫ് റൈറ്റസ് ആവും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് അറിയുന്നില്ല. അറിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് അവർ കീഴ്വഴങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യരെ
ഇന്നെന്നല്ല, യേശുവിൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടാൽ അന്നും ഇന്നും നമ്മൾ ജീവിക്കുന്ന ഈ സമയത്തും എല്ലാം മനുഷ്യർ നശിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പാപങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമല്ല. അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലായിക്കോണം, അത് പാപമല്ലെന്നല്ല. നിങ്ങൾ ചിന്തിക്കുന്ന മദ്യപാനമോ കള്ളുകുടിയോ വ്യഭിചാരമോ അല്ലെങ്കിൽ മോഷണമോ കൊലപാതകമോ ഇതൊക്കെ പാപമാണ്. പക്ഷേ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല, അതിനേക്കാൾ വലിയ ഗൗരവമുള്ള അവർക്ക് നിത്യമായ നാശത്തിലേക്ക് പോകുന്ന ഒരു കാരണമാണ് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ. This is my song, praising my Savior all the day long. This is my story. The Covenant People Ministries അവതരിപ്പിക്കുന്ന വീഡിയോ സീരിയൽ The Story. ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ അസുലഭ അവസരം പാഴാക്കാതെ കാത്തിരുന്ന് കാണുക. This is my story. This is my song. Loving my Savior. Loving my Savior all the day long. This is my story. This is my song. Preaching my Savior. Preaching my Savior. Lifting His name. Lifting His name. This is my story. This is my story. This is my song. Loving my Savior. Loving my Savior all the day long. This is my story. This is my song. Preaching my Savior. Preaching my Savior. Lifting His name. Lifting His name. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയുവാനായിട്ടാണ്. ടെലിവിഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഈ 30 മിനിറ്റിനകം എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുവാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ടെലിവിഷനിലൂടെ എല്ലാം മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കത്തില്ല. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അപ്പർ റൂമിൽ ഞങ്ങൾ 7 ദിവസത്തെ പരിപാടി നടത്താറുണ്ട്. അത് ധ്യാനമെന്നല്ലെന്ന് വിളിക്കുക, ഒരു പ്രോഗ്രാമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ഈ സത്യം ഒരു സ്വാഭാവിക മനുഷ്യന് തൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാകത്തില്ല. അവിടെ ദൈവത്തിൻ്റെ കൃപ കടന്നു വരണം. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത്, ദൈവം നിശ്ചയിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥനയിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന നിർദ്ദേശമനുസരിച്ച് തൻ്റെ വചനത്തിലൂടെ കിട്ടുന്ന ആ വെളിപാടിലൂടെ മാത്രമേ സ്വതന്ത്രരാക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് അനേകർ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് അപ്പർ റൂമിൽ വന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പ്രോഗ്രാമുകൾ സംബന്ധിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത 7 ദിവസത്തെ പ്രോഗ്രാം എന്നാണ് എന്ന് ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ട് വിളിച്ച് ചോദിച്ചാൽ അവർ അത് പറഞ്ഞു തരും.